ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വിമാനത്തിലാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ടു മസ്കറ്റിലെ യാത്രയിലെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, മക്കൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമിലുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കുലുക്കവും പിന്നെ ആ ഒരു സൗണ്ടും ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറച്ച് കഴിയുമ്പം തന്നെ ഒക്കെ മാറി. പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ചും പിന്നെ നല്ല ജ്യൂസും പിന്നെ നല്ല ചൂടുള്ള ചായയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ മസ്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളും പിന്നെ ലഗേജ് എടുക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് പിന്നെ ഹസ്ബൻഡ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോട്ടോ വന്നത്. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ലഗേജൊക്കെ കാറിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് ബുറൈമി എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് ഒരു 6 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ ആവട്ടോ അവിടെ എത്താൻ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ കട പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു. അങ്ങനെ ആ കടയിലൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 6 മണി 6:30 ആ സമയമാകുമ്പോൾ കേട്ടോ അവിടത്തേക്ക് എത്തിയ. പിന്നെ ഉറങ്ങലൊക്കെ പിന്നെ വണ്ടിയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞുള്ളത് കൊണ്ട് പിന്നെ ഉറക്ക ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ റൂമിലെത്തി. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സ്നാക്സൊക്കെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ നമ്മൾ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് പിന്നെ കുറച്ച് നേരം ഉറങ്ങിട്ടോ. അപ്പോൾ ഇനിയും നമ്മളെ ഈ ഒരു ബുറൈമി വിശേഷങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.